ഇന്ന് ഹെൽപ്പറായിട്ട് ഞാനാ എൻ്റെ ചേട്ടൻ്റെ കൂടെ. പക്ഷേ എന്ത് പണിയും നമുക്ക് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞുള്ളൊരു പെറുക്കിക്കൂട്ടല്. ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇതിനെ സഹായിക്കാനായിട്ട് വന്നത്. ഇന്നത്തോടു കൂടി ഞാൻ രാജിവെച്ചിരിക്കുന്നു. അയ്യോ വയ്യ. കുറെ നേരമായി. ആ മൂലയിന്നൊരു സാധനം, ഈ മൂലയിന്നൊരു സാധനം. ഇത് കറക്കി കറക്കി ഒരു പരുവത്തിലായി. ഇതെന്തുവാ ഇത്? ചൂടോ? ഇതിനൊന്ന് പിടിക്കാൻ പോലും പറ്റുന്നില്ല. ചുട്ട് പഴുത്തിരിക്കുക. ഈ വെൽഡർമാർക്ക് നമോ വാദം. ഇത് ഭയങ്കര ചൂടാണ്, സഹിക്കബിൾ. ഈ വെയിലത്ത് ഈ പണി ചെയ്യുന്ന എന്റെ ചേട്ടനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ ഒരു വേളയിൽ നിന്നോട് അറിയിക്കുകയാണ്. ഇത് കുത്തിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? ഷോക്ക് അടിച്ച് കരിഞ്ഞിരുന്ന് ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഇതോടുകൂടി എല്ലാം പെറുക്കി തീർന്നെന്ന് വിശ്വസിച്ചോട്ടെ ഞാൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ ബാലൻസ്? ഈ വീട്ടിലെ പൈപ്പ് കൂടെ എടുത്തേക്കട്ടെ. ഈ വീട്ടിലെ പൈപ്പ്, ഈ വീട്ടിലെ ബോള്, അവളെ കൂടെ പെറുക്കി ചാക്കിലാക്കിയാലോ? നോക്ക്, ഈ വീട്ടിലെ ഓണറെ കൂടെ പിടിച്ച് ചാക്കിലോട്ടാക്കി. വണ്ടി ഭക്ഷണം തന്ന 3 നേരം വല്ല തിന്നാൻ തന്നാ മതി. ആ വണ്ടി എല്ലാം ഞാൻ പെറുക്കും. ഇന്നെ പെറുക്കാൻ ഏൽപ്പിച്ചേ, എന്നെ പെറുക്കാൻ ഏൽപ്പിച്ചേക്കും. ഇന്ന് ഇവിടുത്തെ സകല സാധനങ്ങളും പെറുക്കി ചാക്കിലാക്കി. ചേട്ടാ, ആ കിണറിന്റെ മണ്ടയ്ക്ക് കമ്പി ആയിരിക്കും. നമുക്കെടുത്ത് ആക്രിക്ക് വിറ്റാലോ? ഈ കിണറിന്റെ മണ്ടയ്ക്ക് കമ്പി നല്ല കാശ് കിട്ടിയാല് ഇടിച്ച് മൂടിയൊക്കെ വയ്യ. എനിക്ക് ഇനി മാറാൻ പണിക്ക് കൊണ്ടുപോകരുത്. എവിടെങ്കിലും പണിക്ക് പോവാന്നെങ്കിൽ ഇതിന് ഒഴിവാക്കിട്ട് ചേട്ടാ, എനിക്ക് ശമ്പളം ഒന്നും വേണ്ട, തിന്നാനും കുടിക്കാനും തന്നാ മതിയല്ലോ. ഇരട്ടിപ്പണി. ഞാൻ ചുരുട്ടിയത് പോരാഞ്ഞിട്ട് നല്ല ഭംഗിക്ക് ചുരുട്ടി. ആദ്യമായിട്ട് വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും പ്രശ്നങ്ങൾ. അതൊക്കെ അംഗീകരിക്കാനാണെങ്കിൽ മാത്രമേ ഹെൽപ്പറായിട്ട് വെക്കാവുള്ളൂ. എടുത്തു വെച്ചപ്പോ എടുത്തു വെക്കാൻ സഹായിച്ചപ്പോ അഹങ്കാരം. ഇത് കണ്ട് ഞാനൊന്ന് ഭയന്നായിരുന്നു. ഇതാണ് എന്റെ ചേട്ടന്റെ. പേടിച്ചു പോയി ശംഖ് വരെ. കാന്താരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും നേരെ വെൽഡിംഗ് പണിക്ക് വന്ന എൻ്റെ സന്ദീപ് ഷെട്ടി.